ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഫ്രാൻസ് ജർമ്മനി ബോർഡർ എത്തി ഗൈസ്. അപ്പം നമുക്ക് പുതിയൊരു അനുഭവം ഉണ്ടായി. നമ്മൾ അടുത്ത ബ്രേക്കിലാണ്. ഇതാ എൻ്റെ വണ്ടി ഇവിടെ ഉണ്ട്, ഷാൽജോയുടെ വണ്ടി ഇവിടെ ഉണ്ട്. നല്ലൊരു പമ്പിൽ നമ്മൾ കയറി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനി എനിക്കിനി ഒരു 2.5 മണിക്കൂർ ഡ്രൈവിംഗ് ഹവർ ഉണ്ട്. പുതിയൊരു അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ നമ്മളെ വരുന്ന വഴിക്ക് നമ്മളെ പോലീസ് പിടിച്ചിട്ടോ. പോലീസ് പിടിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ റോഡിൽ കൂടെ പോകുമായിരുന്നു. അപ്പോൾ മുന്നിലൊരു കാറ് വന്ന് നമ്മളോട് നമ്മുടെ ബാക്കിൽ ഫോളോ മീ എന്ന ഒരു ലൈറ്റ് ഇട്ട് വന്നു. അപ്പം നമ്മളെന്ത് ചെയ്തു, ആ കാറിൻ്റെ വഴി ഒരു 3 കിലോമീറ്റർ നമ്മൾ പോയി. അവരൊരു പാർക്കിംഗ് നമ്മളെ കൊണ്ടുപോയി. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് നമ്മളെ ട്രക്കിൻ്റെ പേപ്പർ, ട്രെയിലറിൻ്റെ പേപ്പർ, അതേപോലെ CMR, അതേപോലെ നമ്മളെ ഡ്രൈവിംഗ് ലൈസൻസ്, അതേപോലെ നമ്മളെ ടാക്കോ അവർ ഊരി അവരവരെ മെഷീനിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തു. ശേഷം ഒരു 20 മിനിറ്റ് നമുക്ക് ടെൻഷനായിരുന്നു, ഇതെന്താണ് സംഭവിക്കുക. നമ്മൾ ആദ്യമായിട്ടാണ് പോലീസും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ഒരു 20 മിനിറ്റ് അവർ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്തു, 20 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു പേപ്പറും തന്നു. നമ്മളോട് പറഞ്ഞു ഇനി 2 മാസത്തിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങളെ ട്രാഫിക് പിടിക്കുകയാണെങ്കിൽ, നമ്മളെ ട്രാഫിക് ചെക്കിങ് വന്നു കഴിഞ്ഞാൽ ഈ പേപ്പർ കാണിക്കാമെന്നും പറഞ്ഞു. അവർ നമ്മളെന്ത് ചെയ്തു, നമ്മളെല്ലാ പേപ്പറും തിരിച്ചു വന്ന് നമ്മളെ വിട്ടുവിട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മളെ യൂറോപ്പിൽ വന്നിട്ട് പോലീസ് പിടിക്കുന്നത്. അപ്പം എല്ലാവരും ഫ്രണ്ട്ലിയാണ് കേട്ടോ. ഒരു ലേഡി ആയിരുന്നു, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മളെ വണ്ടിയിൽ തന്നെ അവർ തന്നെ കയറി ടാക്കോ മെഷീനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഷാൽജോ എടുത്തിട്ടോ. എനിക്ക് 10 മിനിറ്റ് ബ്രേക്ക് ബാലൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെയായിരുന്നു കാര്യങ്ങൾ. അപ്പം പോലീസ് പിടിച്ചു, നമുക്കൊരു അനുഭവമായി. നമ്മളെ യൂറോടെക്കിൻ്റെ ട്രക്ക് പോയി. എനിക്കൊരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ എനിക്കും എടുക്കട്ടോ. അപ്പം പോലീസ് പിടിച്ചു. അപ്പം പോലീസ് പിടിച്ചൊരു അനുഭവമായി. അത് പറയാനാണ് ഞാനിപ്പം വന്നത്. അപ്പോൾ അവർ നമ്മളെ ഇങ്ങനെയാണ് ചെയ്യുക. നമ്മളിപ്പം റണ്ണിങ്ങിൽ നമ്മളെ മുന്നിൽ വന്ന് അവരെന്ത് ചെയ്യും, ഫോളോ മീ എന്ന് പറയുന്ന ലൈറ്റ് ഓൺ ആക്കും. ശേഷം നമ്മൾ അവരെ വയ്യ ഒരു 3-4 കിലോമീറ്റർ സേഫ് ആയിട്ടുള്ള പാർക്കിങ്ങിൽ അവർ കൊണ്ടുപോകും. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുക പോലും ചെയ്തിട്ടില്ല. നമ്മളെ സീറ്റിലിരുന്നു. എല്ലാ പേപ്പേഴ്സും അവർ മേടിച്ച് കൊണ്ടുപോയി. അവർ ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമുക്കൊരു ചെക്ക് ചെയ്തു എന്നുള്ളൊരു പേപ്പർ തന്നു. ഈ പേപ്പർ നമുക്ക് 2 മാസത്തിനുള്ളിൽ 2 മാസം വരെ വാലിഡ് ആണ്. ഇനി എവിടെയെങ്കിലും നമ്മളെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണമെങ്കിൽ ഈ പേപ്പർ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ പോലീസുകാരൊക്കെ. അപ്പോൾ അങ്ങനെയാണ് പോലീസ് പിടിച്ചുള്ള പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് അവർ ചോദിച്ചിരിക്കുന്നത് CMR ആണ്. പിന്നെ എന്നോട് ട്രക്കിൻ്റെ പേപ്പർ ചോദിച്ചു, പിന്നെ ട്രെയിലറിൻ്റെ പേപ്പർ ചോദിച്ചു, പിന്നെ എൻ്റെ ഇന്ത്യൻ ലൈസൻസ് ചോദിച്ചു, IDPയും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പം അങ്ങനെയാണ് പോലീസ് പിടിച്ചാലുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മളിനി എല്ലാം നമ്മളെ ബ്രേക്ക് കഴിയാനായിട്ടോ ഏകദേശം നമ്മൾ പോകാൻ നോക്കുകയാണ്. ഓക്കെ.